ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു അൺബോക്സിങ് കാണിക്കാനാണ് വന്നേ. അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്ത കൊറിയർ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിത് തുറന്ന് നിങ്ങളെല്ലാവരെയും കാണിക്കാം. അപ്പോൾ അതിന് തുറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അവകാശി വേണ്ടായോ? അവകാശി ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഓണർ ആരാണെന്ന് കണ്ടോ? ഇതാണ് അതിൻ്റെ അവകാശി. അത് അവൾക്ക് വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ അവളെ എടുത്ത് മടിയിലൊന്ന് ഇരുത്തിയിട്ട് പതുക്കെ ഈ സാധനം എടുത്ത് ഞാനൊന്ന് കയ്യിലോട്ട് വെച്ച് കൊടുത്തു നോക്കിയപ്പോഴത്തേക്ക് അതൊക്കെ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും കയ്യിലോട്ട് പിടിക്കാൻ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ പിടിച്ച് അതിൽ വെച്ചൊരു കളിയൊക്കെ കടിച്ചിട്ടേ നമ്മുടെ കയ്യിൽ തിരിച്ചു തരത്തുള്ളൂ. അപ്പോൾ പതുക്കെ അതിലൊന്ന് അടിച്ച് ഞുള്ളിയും മാന്തിയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം കൈ കൊടുത്തില്ലെങ്കിൽ അന്നേരം കരച്ചിൽ തുടങ്ങും കേട്ടോ. കണ്ടോ, അടിച്ച് നോക്കുക സാധനം എന്തോന്ന് അറിയാൻ വേണ്ടി. എന്തോ സംഭവം കിട്ടിയതാണെന്ന് മനസ്സിലായി. കണ്ടോ, അത് വെച്ച് 4 അടിയൊക്കെ അടിച്ച് ഒന്ന് കുലുക്കി വെച്ചൊന്ന് കളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷം പുള്ളിക്കാരിക്ക് കിട്ടി. അപ്പോൾ ദിയാമോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അൺബോക്സിങ് ചെയ്യാം എന്നുള്ള ചിന്തയിലാണ്. ധനഹാമണ്ണൊരു സാധനം കൈ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു പാടുള്ള കാര്യമാണ്. ഈ ഞണ്ടൊക്കെ ഞറുക്കി പിടിക്കുന്ന അവസ്ഥയിലാണ് പിടിക്കുന്നത്. അപ്പോൾ എന്നെ ആയാലും അത് വാങ്ങിച്ചപ്പോൾ കുഞ്ഞിനെ കൈ വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവൾ കയറി കട്ടറിയെ പിടിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദിയാമോൻ്റെ കയ്യിലോട്ട് കുഞ്ഞാവെ കൊടുത്തിട്ട് അവളുടെ കണ്ണ് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തെ തന്നെയാണ്. ഇതെന്തുവാടാ അമ്മ ഈ പണിയൊക്കെ കാണിച്ച് കൂട്ടുന്നതെന്നൊക്കെയുള്ള നോട്ടം. മുഖത്തൊരു ഗൗരവമുണ്ട്. എനിക്കാണോ ചേച്ചിക്കാണോ എന്നുള്ളൊരു മത്സരമാണോ എന്നൊരു സംശയമില്ലാതില്ല. എന്തായാലും പതുക്കെ കൈ കൊണ്ടൊക്കെ പിടിക്കാൻ വരുന്നുണ്ടെങ്കിലും ദിയാമോൾ അവളെ മാറ്റി നിർത്തുന്നുണ്ട്. ഞാനത് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇതാണ് സാധനം. ഇത് കണ്ടിട്ടുള്ള ചില അമ്മമാർക്കൊക്കെ ഉടനെ മനസ്സിലായി കാണുമായിരിക്കും ഇത് എന്തുവാണെന്ന്. ഇത് എൻ്റെ ധനഹാമോന് അങ്ങനെ നടപ്പല്ല കേട്ടോ, അങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ മറിഞ്ഞടിച്ച ഒരൊറ്റ വീഴ്ചയാണ്. പിടിച്ചെഴുന്നേറ്റ് നിൽക്കും, മറിഞ്ഞടിച്ച് വീഴും. അപ്പോൾ തലയുടെ ബാക്ക് സൈഡാണ് ചെന്ന് അടിക്കുന്നത് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഇതൊരു സേഫായിട്ടുള്ളൊരു സാധനമാണെന്ന് പല ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ്. നമുക്ക് നോക്കാം എത്രത്തോളം കൊള്ളാമെന്ന് നോക്കാം. ഇതാണ് എൻ്റെ കമ്പനി. എന്നിട്ട് ധനഹാമോൻ്റെ തലയിലൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം എന്ന് വിചാരിച്ച് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ധനഹാമോൻ്റെ ഒരു സ്വഭാവം വെച്ച് എത്രമാത്രം അത് സക്സസ് ആവുമെന്ന് അറിയത്തില്ല. കണ്ടോ, ബുദ്ധി കൂടിയ ജീവി ആയതുകൊണ്ട് അത് തിരിച്ച് വെച്ച് ഞാൻ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ദിയാമോളാണ് എനിക്ക് നിർദ്ദേശം തന്നെ, അമ്മ അത് അങ്ങനെയല്ല, അമ്മ ഇങ്ങോട്ട് തിരിച്ച് വെക്കാമെന്ന് പറഞ്ഞു. അവളുടെ പറച്ചിലേതായാലും എനിക്ക് പ്രയോജനമായി. ഞാനത് തിരിച്ച് വെച്ച് ഒട്ടിച്ചിട്ട് അത് 2 സൈഡിലോട്ട് ഒരു വള്ളി വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കഴുത്തിൻ്റെ അടിയിലോട്ട് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. എൻ്റെ മകൾക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ട ലക്ഷണമില്ല. അവളതിലിട്ടാവുന്ന നോക്കുന്നുണ്ട് അത് തട്ടിക്കളയാൻ. ഒരു തൊപ്പി പോലും തല വെക്കാറില്ല. അതുകൊണ്ട് ഞാനൊരു ബോ പോലും വെപ്പിക്കാറുമില്ല. ബോയ്, സ്ലൈഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തല വെക്കാൻ പറ്റത്തില്ല ഇപ്പോൾ. ഉണ്ടോ, ഒത്തിരി ബുദ്ധിമുട്ടാണ്. തിരിച്ചും പറിച്ചൊക്കെ എടുക്കാനുള്ള പല പരിപാടിയും നോക്കുന്നുണ്ട്. മുഖം കരയാൻ തുടങ്ങി. കണ്ടോ, സന്തോഷമായില്ലേ? വെറുതെ കാശ് കൊടുത്ത് വാങ്ങിച്ച് കൊടുത്ത് കയ്യിലങ്ങ് കളിക്കാൻ കൊടുക്കാമെന്നുണ്ട്. വളരെ സന്തോഷമാണ്. ഒരു സാധനം തലയിലോട്ട് വെച്ചാൽ ദിയാമോള് മാറി നോക്കുന്നുണ്ട്. ഒന്ന് തലയിൽ വെച്ചൊന്ന് കാണാനുള്ള കൊതിക്ക്. വെക്കത്തില്ലെന്നറിയാം എന്ന് പറഞ്ഞാലും ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് വീണ്ടും നോക്കി. അപ്പോൾ ക്യാമറയിലൊന്ന് കണ്ടു പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരിക്ക് സന്തോഷമായിട്ടായിരിക്കും, ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും വെച്ച് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. എത്രമാത്രം വെച്ചുകൊണ്ട് നടക്കുമെന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം അവളുടെ സ്വഭാവം വെച്ചിട്ട് ഒരു സാധനം പോലെ അവൾ തലയിൽ വെക്കാറില്ല. എടുത്ത് കളയണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരോടൊന്ന് വെപ്പിച്ചെടുത്തിട്ടുണ്ട്. തലയിൽ ഇരുന്നാൽ കൊള്ളാം. എന്നോടുള്ള ദേഷ്യത്തിന് അങ്ങ് കടിക്കാൻ വരെ വന്നു. നോക്കിയിട്ട് പിന്നെ പതുക്കെ അങ്ങ് മാറി. കണ്ടോ, കരച്ചിലങ്ങോട്ട് തുടങ്ങി. ഇഷ്ടപ്പെട്ടില്ല തലയിൽ വെച്ചത്. ഈ അമ്മൾ എടുക്കാൻ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞൊരു കളിപ്പാട്ട് എടുത്ത് കളിപ്പിക്കും മോനെന്ന് പറഞ്ഞ് അതിന് കളിപ്പാട്ട് എടുത്തതാണ് കേട്ടോ. എടുത്തൊന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി നേരം അത് തലയിൽ ഇരുന്നോളൂല്ലോ.
കണ്ടോ ഇങ്ങനെ എന്നിട്ട് പിയ മോള് ജനഹ മോള് താണ്ട്